ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासंवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത്. ബൃഹദാരണ്യക ഉപനിഷത്ത് ശുക്ലയജുർവേദ ശാഖയിൽപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു. പൂർണ്ണമതഃ എന്ന ശാന്തി പാഠത്തോടുകൂടി ആരംഭിച്ചു. അതിനുശേഷം കാണ്വശാഖയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് കണ്ടു. ബൃഹദാരണ്യക ഉപനിഷത്തിന് 2 ശാഖകളുണ്ട്. ഒന്ന് മാധ്യന്തിനിക ശാഖ, മറ്റൊന്ന് കാണ്വശാഖ. മാധ്യന്തിനിക ശാഖ കാലക്രമത്തിൽ അതിന് നാശം സംഭവിച്ചതുകൊണ്ട് ഇപ്പോൾ ആ ശാഖ പൂർണ്ണമായിട്ടും മന്ത്രങ്ങൾ അടങ്ങിയ ഗ്രന്ഥം ലഭ്യമല്ലാത്തത് കൊണ്ട് ആ ശാഖയ്ക്ക് ച്യുതി സംഭവിച്ചു, അല്ലെങ്കിൽ ആ ശാഖ ഇപ്പോൾ ഇല്ലാണ്ടായി. കാണ്വശാഖയാണ് ഈ കലിയുഗത്തിൽ പ്രചാരമായി ബൃഹദാരണ്യക ഉപനിഷത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. മറ്റൊരു കാരണവും കാണ്വശാഖയ്ക്ക് മാത്രമാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് മന്ത്രങ്ങളുടെ വ്യാഖ്യാനമടങ്ങിയ ഭാഷ്യമുള്ളത്. ഭഗവത്പാദരുടെ പ്രഥമ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ പട്ടശിഷ്യന്മാരിൽ പ്രധാനിയായ സുരേശ്വരാചാര്യ സ്വാമികൾ ആ ഭാഷ്യത്തിന് വീണ്ടും വ്യാഖ്യാനം എഴുതിയതുള്ളതും കാണ്വശാഖയ്ക്കാണ്. അത് ബൃഹദാരണ്യക ഉപനിഷത്ത് വാർത്തികം എന്ന രീതിയിൽ 1000-ലധികം ശ്ലോകങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകളിൽ ആനന്ദഗിരി എന്ന മഹാത്മാവ്, അദ്ദേഹവും ബൃഹദാരണ്യക ഉപനിഷത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ആനന്ദഗിരി മഹാരാജിന് ശേഷം വ്യാഖ്യാനം എഴുതിയത് സ്വാമി വിദ്യാനന്ദഗിരി മഹാരാജ്, വിദ്യാവാചസ്പതി എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാനന്ദഗിരി മഹാമണ്ഡലേശ്വരൻ, അദ്ദേഹവും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇത്യാദി വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ ഭാരതത്തിൽ ലഭ്യമായിട്ടുള്ളത്. അതിനെ ആലംബനമാക്കി അല്ലെ അതിലെന്താണ് ബൃഹദാരണ്യക ഉപനിഷത്തിൻ്റെ ഓരോ മന്ത്രത്തിലും യാജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനം അനുസരിച്ചാണ് നമ്മൾ
കണ്ടുവരുന്നത്. ഇതുവരെ പഠിച്ച രീതിയും അങ്ങനെയാണ്. ഉപാസനാ പ്രകരണം എന്ന പേരിൽ പ്രഥമ അധ്യായത്തിൽ 6 ബ്രാഹ്മണങ്ങളായി നമ്മൾ കണ്ടു. യാജ്ഞവൽക്യ മഹർഷി ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതിന് മുമ്പ് ഉപാസനകൾ അനുഷ്ഠിക്കുവാനായി അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് ഉപദേശിച്ചു. കാരണം ഉപാസനയിലൂടെ അധികാരമുള്ളവർക്ക് മാത്രമേ ബ്രഹ്മവിദ്യ കേട്ടതുകൊണ്ട് പ്രാവർത്തികമാക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണോ ഗുരുനാഥൻ പറയുന്നത് ആ ഫലത്തെ നേടിയെടുക്കണമെങ്കിൽ അത് കേൾക്കുന്ന ശ്രോതാവിന് അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് അധികാരമുണ്ടാകണം. ആ അധികാരത്വത്തിനായിക്കൊണ്ടാണ് ഉപാസന നിർദ്ദേശിച്ചത്. അനേകം ഉപാസനകൾ കണ്ടു. അതിനുശേഷം യാജ്ഞവൽക്യ മഹർഷി ദ്വിതീയ പ്രകരണം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യാ പ്രകരണം എന്ന പേരിൽ ദ്വിതീയ അധ്യായം പ്രവേശിച്ചു. അതിൽ അജാതശത്രു ബ്രാഹ്മണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുഷുപ്തി വിചാരമായിരുന്നു. സുഷുപ്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഗാർഗ്യന് ബ്രഹ്മവിദ്യ ഉപദേശിച്ച് ഗാർഗ്യൻ്റെ വിദ്യാഗർവം മൂലമുണ്ടായ അജ്ഞാനത്തെ മാറ്റിക്കൊടുക്കുന്ന മഹാഗുരുവിനെ നമ്മളവിടെ കണ്ടു, അജാതശത്രുവിനെ. അതിനുശേഷം അവസാനമായി ഗാർഗ്യന് അജാതശത്രു ബ്രഹ്മവിദ്യ പറഞ്ഞു. അലയോ ഗാർഗ്യ, സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം. എനിക്ക് ഇതിൽ കൂടുതൽ ഒരു സത്യത്തെ അറിയില്ല, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. ഇതിനെയാണ് നീ ഈ സത്യത്തെ നേടിയെടുത്താൽ അതാണ് സാക്ഷാത്കാരം, മോക്ഷം എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ ആ ബ്രാഹ്മണം അവസാനിക്കുന്നത് ഗാർഗ്യൻ എന്ത് സംഭവിച്ചെന്നോ, ഗാർഗ്യൻ ആ സത്യത്തെ നേടാൻ സാധിച്ചെന്നോ ഇത്യാദി ഒരു കഥ എങ്ങനെയാണോ തുടങ്ങിയത് അതിൻ്റെ സാധാരണ രീതിയിലുള്ള പരിസമാപ്തിയിലല്ല. ഉപനിഷത്തിൻ്റെ രീതി അങ്ങനെയല്ല എന്ന് നമ്മൾക്കൊക്കെ അറിയാം. പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടതാണ്. കാര്യം പറയുക, അടുത്തതിലേക്കും പോവുക, അല്ലാണ്ട് കഥകളിലൂടെ ഉപകഥകളിലൂടെ വിസ്തരിക്കൽ ഉപനിഷത്തിൻ്റെ രീതി അല്ലാത്തത് കൊണ്ട് അവിടെ അജാതശത്രുവിൻ്റെ ഉപദേശം അവസാനിച്ചു. ഗാർഗ്യൻ അത് സ്വായത്തമാക്കിയോ അല്ല ഗാർഗ്യൻ അതുകൊണ്ട് മോശമുണ്ടായോ എന്നൊന്നും അവിടെ പറയുന്നില്ല. പക്ഷെ നമ്മളവിടെ ഭാഷ്യം ചർച്ച ചെയ്തിരുന്നു. ഭഗവത്പാദർ പറഞ്ഞിരുന്നു, ആ സത്യത്തിനെ മനസ്സിലാക്കുവാൻ വിദ്യാഗർവം നശിപ്പിച്ചുകൊണ്ട് ഗാർഗ്യൻ തൻ്റെ അധികാരത്തെ വളർത്തിയെടുത്തു. പൂർണ്ണഭാവത്തിൽ ഗുരു ഉപസത്തി നടത്തിയത് കൊണ്ട് ആ ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഉപസത്തി ശിഷ്യഭാവേന ഉപത്വായാനി എന്ന ഭാഗം കൊണ്ട് ഗാർഗ്യൻ അത് സാധിക്കുമാറാകട്ടെ ഇത്യാദികളിലൂടെ നമ്മൾ കണ്ടു. നമ്മൾക്കും അത് സാധിക്കണമെങ്കിൽ സത്യസ്യ സത്യം എന്ന ഉപദേശവാക്യത്തെ, രഹസ്യ ഉപദേശത്തെ നേടിയെടുക്കുവാനായി നമ്മളോടും അധികാരം വളർത്തിയെടുക്കുവാനായി കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു ശിശുബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചതുർത്ഥ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചു. യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹം സങ്കല്പിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിചാരം നമ്മളൊക്കെ ഉപാസനകൾ അനുഷ്ഠിക്കുന്നുണ്ടെന്നാണ്. തീർച്ചയായും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ബൃഹദാരണ്യകം എന്നത് കണ്ണുകൊണ്ട് കാണാൻ പോലും, അല്ലെ ആ ബൃഹദാരണ്യം എന്ന വാക്ക് പോലും കേൾക്കാൻ സാധ്യമാവുകയില്ല. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾക്ക് പഠിക്കുവാനും ഓരോ മന്ത്രങ്ങളുടെ സാമാന്യമായി ഓരോരുത്തരുടെയും അധികാരങ്ങൾ വ്യത്യസ്തമാണ്, സ്വീകരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. എങ്കിലും നമ്മൾക്ക് ഇത് ഒരാവർത്തിയെങ്കിലും കേൾക്കുവാൻ സാധിച്ചത് ഇഹജന്മനി പൂർവജന്മനി നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടും ഗുരുപരമ്പരയുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു കൃതാർത്ഥതയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ. എങ്കിൽ മാത്രമേ 1036 ബ്രാഹ്മണങ്ങൾ ഇനിയും കിടക്കുകയാണ് നമ്മൾക്ക് പഠിക്കാൻ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ ഈ ആരോഗ്യത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുമാറാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടരാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ.
അത ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. മൈത്രേയി ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആമുഖത്തോടുകൂടി ചതുർത്ഥ ബ്രാഹ്മണം ആരംഭിച്ചത്. ബ്രഹ്മവാദിനി മൈത്രേയി അല്ലേ, ഋഗ്വേദ പണ്ഡിതയായിരുന്നെന്ന് കണ്ടു. 10-ലധികം സൂക്തങ്ങൾ ഋഗ്വേദത്തിൽ മന്ത്രദ്രഷ്ടാവാണ് മൈത്രേയി. അപ്പം ഋഗ്വേദത്തെ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച ആളാണ് മൈത്രേയി. ആ മൈത്രേയിയുടെ ഉപാസന കൊണ്ട്, സാധന കൊണ്ട് അനേകം സൂക്തങ്ങൾ, ഭാഗ്യസൂക്തം, നിളാസൂക്തം, രാത്രി സൂക്തം, ശ്രീ സൂക്തം, ദുർഗാ സൂക്തം ഇത്യാദി സൂക്തങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ ഋഗ്വേദത്തിലുള്ള സൂക്തങ്ങളാണ്. അപ്പോൾ അതൊക്കെ ദൃഷ്ടിച്ചാൽ അല്ലെങ്കിൽ അതൊക്കെ ലഭ്യമായ അല്ലേ, ഉപാസനയിലൂടെ സാധനയിലൂടെ ലഭ്യമായ ബ്രഹ്മവാദിനിയാണ് മൈത്രേയി. ആ മൈത്രേയിക്കാണ് യാജ്ഞവൽക്യ മഹർഷി ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നത്. മൈത്രേയിയോടുള്ള ആദരണാർത്ഥമാണ് മൈത്രേയി ബ്രാഹ്മണം എന്ന് ഈ ചതുർത്ഥ ബ്രാഹ്മണത്തിന് പേരിട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. മൈത്രേയി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. സാ സർവേഷാം മിത്രഭാവേന വർത്തതി ഇതി മൈത്രേയി. എല്ലാവരോടും, സർവചരാചരങ്ങളോടും, അത് മനുഷ്യനെന്നില്ല, പശുപക്ഷ്യാദികളെന്നില്ല, പരമാത്മ സൃഷ്ടിയിലുള്ള സർവചരാചരങ്ങളെയും എല്ലായ്പ്പോഴും, ഒരു ദിവസമോ 2 ദിവസമോ അല്ല, എല്ലായ്പ്പോഴും മിത്രഭാവത്തിൽ സദാ വർത്തിച്ചിരുന്നവൾ, ആ സ്വഭാവത്തെ ശീലമാക്കിയവൾ മൈത്രേയി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടു സന്യാസ വിചാരമാണ് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം യാജ്ഞവൽക്യ മഹർഷി തൻ്റെ ഗുരുകുലത്തിനെയും പത്നിമാരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ സന്യാസത്തിനായി പോവുകയാണ് എന്ന് മൈത്രേയിയോട് പറയുന്ന ആ കഥാസന്ദർഭത്തിലാണ് മൈത്രേയി ചോദ്യം ചോദിക്കുന്നതും. അങ്ങനെയാണ് ഈ ആഖ്യായിക തുടങ്ങുന്നത്. അതുകൊണ്ട് സന്യാസ വിചാരം ആണ് പ്രാധാന്യമായും ചർച്ച ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. പിന്നെ വിദേഹ രാജ്യത്ത് മൈത്രേയിയുടെ പൂർവ്വചരിത്രങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ആ കഥയിലേക്കൊന്നും വീണ്ടും പോകുന്നില്ല. വിദേഹ രാജാവിൻ്റെ മന്ത്രിയാണ് മൈത്രേയിയുടെ പിതാവ്. ആ മന്ത്രിസഭയിൽ യാജ്ഞവൽക്യ മഹർഷി ബ്രഹ്മഭിക്ഷയ്ക്കായി വരുന്നു. എല്ലാ പണ്ഡിതന്മാരെയും തോൽപ്പിച്ച് അദ്ദേഹം വിജയിക്കുന്നു. അപ്പോൾ മൈത്രേയിക്ക് മനസ്സിലായി, ഞാൻ പഠിച്ചതൊന്നും പൂർണ്ണ വിദ്യയല്ല, എനിക്ക് ഇനിയും അറിവ് നേടണം എന്ന ആ ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് പിതാവിൻ്റെ അടുത്ത് പറയുന്നു. പിതാവ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മഹത്യാ പാപമെന്ന ദുഃഖമുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ ആ ദുഃഖം പരിഹരിക്കാനായി പ്രഥമ പത്നിയായ കാർത്യായനിയുടെ അടുത്ത് വിദേഹരാജ മന്ത്രി അല്ലെങ്കിൽ മൈത്രേയിയുടെ പിതാവ് വരുന്നു. കാർത്യായനി പൂർണ്ണ സമ്മതത്തോടുകൂടി മൈത്രേയിയെ സ്വീകരിക്കുന്നു. മൈത്രേയി പത്നി എന്ന വെറും സ്ഥാനം മാത്രം ആ ശിഷ്യയായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിലേക്ക് വരികയാണ്. അതെല്ലാം കഴിഞ്ഞു, നമ്മൾ ആ കഥകളെല്ലാം കണ്ടു. നമുക്ക് 1ാമത്തെ മന്ത്രം മുതൽ ചൊല്ലാം. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വീണ്ടും പാരായണം ചെയ്യുന്നത്. സമഷ്ടിയായി പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് എല്ലാവരും കൂടെ ചൊല്ലുക. പ്രഥമ മന്ത്രം. മൈത്രേയിദിഹോ വാച യാജ്ഞവൽക്യഃ ഉദ്യാസൻ വാ അരേ അഹം അസ്മാദ് സ്ഥാനാദ് അസ്മി ഹന്തതേ അനയാ കത്യായനി അന്തം കരവാണി ഇതി. ആ ആഖ്യായിക പറയുകയാണ്. യാജ്ഞവൽക്യ മഹർഷി മൈത്രേയി അല്ലേ എന്ന് അതിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു. സംബോധനാ വാക്യത്തിൻ്റെ പ്രാധാന്യം അവിടെ കണ്ടു. മൈത്രേയിയോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു? ഉദ്യാസൻ. ഉദ്യാസൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഊർധ്വം യാസൻ ഗമിഷ്യൻ അസ്മി ഇതി ഉദ്യാസൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്നും പുറത്തു കടക്കുവാൻ ആഗ്രഹിക്കുന്നു മൈത്രേയി. അല്ലെങ്കിൽ ഉയർന്ന നിലയിലേക്ക്, സാധനകളിലേക്ക്, നിഷ്ഠയായ സാധനകളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൈത്രേയി എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ
സന്യാസാശ്രമത്തിൻ്റെ പ്രാധാന്യമൊക്കെ ചർച്ച ചെയ്തത് അല്ലേ. സന്യാസ വിചാരം എന്താണ് സന്യാസം എന്ന് കണ്ടു. സന്യാസത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ. കർമ്മഫലത്യാഗം അല്ലേ, ഏഷണാത്ര ഇത്യാദികളൊക്കെ നമ്മൾ കണ്ടു. അല്ലാണ്ട് ബാഹ്യമായ ലിംഗമല്ല സന്യാസം എന്നും നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. ആരാണോ നിഷ്ഠയോടുകൂടി ഫലേച്ഛ കൂടാതെ സാധനകൾ അനുഷ്ഠിക്കുന്നത് അവരൊക്കെ സന്യാസിമാരാണ്. അല്ലാണ്ട് നമ്മൾ ബാഹ്യമായി കാണുന്ന സന്യാസികളല്ല ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് എന്നും നമ്മൾ അവിടെ കണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു ഹന്തതേ അനയാ കാർത്യായനി അന്തം കരമാണ്. കാർത്യായനി ആയിട്ടുള്ള മൈത്രേയി ആയിട്ടുള്ള ബാഹ്യമായ ബന്ധത്തെ ഞാൻ ഇവിടെ ഹന്ത ഇല്ലായ്മ ചെയ്യുകയാണ്, അതിനെ ഞാൻ ഉപേക്ഷിക്കുക എന്ന മനസ്ഥിതിയിലെത്തി മൈത്രേയി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, കാർത്യായനിയെ വിളിക്കുകയോ അവരോട് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം കാർത്യായനി രണ്ടാമത്തെ ഭാര്യയെ കിട്ടിയപ്പോൾ ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളും കാണാം. നിങ്ങൾ ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാൽ പല യൂണിവേഴ്സിറ്റികളിലൊക്കെ കാണാം. ഈ വാക്കിനെ എത്ര മാത്രം മോശമായ രീതിയിലാണ് ഓരോ എന്താ പറയുക വ്യാഖ്യാതാക്കളെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. കാർത്യായനി എന്നത് വളരെ ശ്രേഷ്ഠയായ, അവരോട് പറയേണ്ട പോലും ആവശ്യമില്ല. അവർ പത്നി എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ. അവരും ആ ഗുരുകുലത്തിൽ അല്ലേ സന്യാസഭാവത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അവരെ വിളിച്ച് അവരത്ര പൂർണ്ണ അധികാരിയാണ്. അവരെ വിളിച്ച് ഞാൻ പോവാന്നുള്ള പറയേണ്ട ഒരു ഔപചാരികതയുടെ ആവശ്യം പോലും കാർത്യായനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. പക്ഷേ മൈത്രേയി അത്ര ആയിട്ടില്ല. അതുകൊണ്ട് ആ രണ്ട് ശിഷ്യകളുടെയും മനസ്ഥിതി അറിഞ്ഞു, അവരുടെ നില അറിഞ്ഞുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ സംസാരിക്കുന്നത്. മൈത്രേയിക്ക് പൂർണ്ണ അധികാരം വന്നിട്ടില്ല. അതുകൊണ്ട് മൈത്രേയിനെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ പോവുകയാണ് എന്ന്. കാർത്യായനിയോട് പറയേണ്ട പോലും ആവശ്യമില്ല. കാരണം അവർ അത്രയും ഉയർന്ന സ്ത്രീയാണ് അല്ലേ. സ്ത്രീ എന്ന് വെച്ചാൽ ഇവിടെ സാധകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ആ ആഖ്യായി അവിടെ ആരംഭിച്ചു. ദ്വിതീയ മന്ത്രം സാഹോവാച മൈത്രേയി യന്നുമേയം ഭാഗോ സർവാ പൃഥിവീ വിത്തേന പൂർണ്ണാ സ്യാദ് കഥം തേന അമൃതാസ്യാമിതി നേതിഹോവാച യാജ്ഞവൽക്യഃ യഥാ ഏവ ഉപകരണവതാം ജീവിതം തഥാ ഏവ തേ ജീവിതം സ്യാദ് അമൃതത്വസ്യ തു ന ആശാ അസ്തി വിത്തേന ഇതി. ഇത് കേട്ടിട്ട് മൈത്രേയി യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാൻ അല്ലേ, ഭഗോ അല്ലയോ ഗുരുനാഥ അല്ലേ. ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു ഇവിടെ കണ്ടത്? മൈത്രേയി ഗുരുവായിട്ടല്ല പത്നിയായിട്ടല്ല യാജ്ഞവൽക്യ മഹർഷിയെ കണ്ടത്, ഭഗവാനായിട്ടാണ്. എന്ന് വെച്ചാൽ എന്താണ്? മൈത്രേയി പൂർണ്ണമായും ശരണാഗതി, എനിക്ക് മറ്റാരും ആശ്രയം. നമ്മൾ ഒരാളെ ഭഗവാൻ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് മറ്റാരും ആശ്രയമില്ല. ഞാൻ എന്നെ, എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും എനിക്കുള്ള എന്തൊക്കെയുണ്ടോ, അത് സ്വത്തായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത്, അതിനെയൊക്കെ ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ആരാണോ ഭഗവാൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തി, അവരുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ടോട്ടൽ സറണ്ടർ എന്നാണ് ഇവിടെ ഭഗവാൻ എന്ന് മൈത്രേയി അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ പറയാറില്ല അല്ലയോ ഭഗവാനെ, എൻ്റെ ഭഗവാനെ എന്നൊക്കെ. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഭഗവാനെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ അതിൻ്റെ ആന്തരാർത്ഥം എന്ന് വെച്ചാൽ ഐ ആം ടോട്ടലി സറണ്ടറിങ് ടു യു എന്നാണ്. ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയിൽ സമർപ്പിക്കുന്നു. ആ സമർപ്പണ വാക്യമാണ് ഭഗവാനെ എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടിട്ട് യാജ്ഞവൽക്യ മഹർഷിക്ക് മൈത്രേയിയുടെ ഭാവം മനസ്സിലായിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അങ്ങ് ഉയർന്ന നിലയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നല്ലോ, സർവത്തിനെയും ഉപേക്ഷിക്കുകയാണല്ലോ. സർവം പൃഥിവീ വിത്തേന പൂർണ്ണാ സ്യാദ്. അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ
അങ്ങ് എന്തിനെ തേടിയാണോ പോകുന്നത് അത് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ലഭ്യമാകുമോ? കഥം തേന അമൃതാസ്യാമിതി ചോദിക്കുകയാണ്, എനിക്കത് ലഭിക്കുമോ? അങ്ങ് എന്തിനെ അന്വേഷിച്ചു പോകുന്നു? ആ അന്വേഷിക്കുന്നത് അങ്ങ് ഇവിടെ ഇല്ല, ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് തന്നിട്ട് ആ വിത്തം കൊണ്ട് ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ? ആ അമൃതത്വത്തിനെ ഇവിടെ അങ്ങ് അമൃതത്വത്തെ തേടി ഉയർന്ന സ്ഥിതിയെ നിലയെ തേടി പോവുകയാണ്. അതെനിക്ക് അങ്ങ് എനിക്ക് നൽകിയിട്ട് പോകുന്നത് കൊണ്ട് ലഭ്യമാകുമോ? അപ്പം നമ്മുടെ മനസ്സിൽ ആ ഭാവന വരണം. എങ്കിലേ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ നിന്ന് യാജ്ഞവൽക്യ മഹർഷിയോ മൈത്രേയിയോ പോകരുത്. അപ്പം അതിന് എന്ത് ചെയ്യണം? ഈ സംഭാഷണം ഇവർ പറയുന്നതായി നമ്മൾ ചിന്തിക്കണം. നമ്മളാണ് മൈത്രേയി, അല്ലേ? അത് സ്ത്രീയോ പുരുഷനോ ഇത്യാദി ഭാവമൊന്നുമില്ല, ഭേദമൊന്നുമില്ല. നമ്മളാണ് ശിഷ്യർ, നമ്മൾക്കാണ് തരുന്നതെങ്കിൽ ഈ ഗുരുകുലം മുഴുവൻ തരികയാണ്. ആചാര്യൻ പറയുകയാണ്, ഞാൻ പോവുകയാണ്, നീ ആശ്രമം നടത്തിക്കോളൂ, നാളെ മുതൽ ഞാൻ എല്ലാം നിൻ്റെ പേരിൽ എഴുതി വെക്കുന്നു, ആശ്രമം ഇനി റൺ ചെയ്യേണ്ട നീയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുവോ? ഇതെല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണോ? അല്ലേ? ആലോചിച്ച് നോക്കൂ. എങ്കിലേ നമ്മൾക്കിത് പഠിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് അനേക ഉപനിഷത്ത് പഠിച്ചിട്ടും നമ്മളിൽ മാറ്റമോ ഫലമോ ഉണ്ടായില്ലെങ്കിൽ എന്ത് കാര്യം? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എനിക്കാണ് എൻ്റെ ഗുരുനാഥൻ ഇത് തരുന്നത്. ഒന്നും വേണ്ട, ഒരു സാരി ഞാൻ കൊടുക്കാൻ തയ്യാറാണോ? അല്ലെ ഒരു സാരി പോട്ടെ, എന്തെങ്കിലും. എൻ്റെ കുടിയ വേറൊരാൾ വന്ന് ചോദിക്കുകയാണ്, നാളെ ഒരാൾ വരികയാണ്, സ്വാമിനി ഇവിടെ നിന്ന് മാറണം, ഈ കുടിയ നാളെ ഗുരുനാഥൻ പറയാണ്, നീ മാറി വേറെ സ്ഥലത്തോട്ട് മാറൂ, ഈ കുടിയ നാളെ പുതിയതായിട്ട് വന്ന ബ്രഹ്മചാരിക്ക് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ മാറുമോ? ഇവിടെ സൗകര്യമൊക്കെ ഉണ്ട്, തരാമെന്ന് പറഞ്ഞ കുടിയ കുറച്ച് പഴയതാണ്, അവിടെ ഫാനില്ല, അല്ലേ? അവിടെ ചൂടുവെള്ളം കിട്ടില്ല, ഞാൻ ഡിസംബറിൽ എന്ത് ചെയ്യും? ഒരു ചൂടുവെള്ളം ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ഇത്യാദി വ്യാകുലതയാണ് നമുക്ക്. നമ്മളോടാണ് ചിന്തിക്കാൻ പറയുന്നത്. ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനും എളുപ്പമാണ്. നമ്മൾ ഈ കംഫോർട്ട് സോൺ വിട്ട്, നമ്മളുടെ പരിസ്ഥിതി വിട്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും ത്യജിക്കുവാൻ തയ്യാറാണോ? എങ്കിലേ നമുക്ക് മൈത്രേയിക്കും അജാതശത്രുവിൽ നിന്നും ഗാർഗ്യനും നചികേതസിനും ഒക്കെ കിട്ടിയ ഫലം കിട്ടും എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ചോദ്യങ്ങളിലൂടെ. നഹി ഇതി ഉവാച യാജ്ഞവൽക്യഃ യഥാ ഏവ ഉപകരണവതാം ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇല്ല മൈത്രേയി, നിനക്ക് ഞാൻ എന്തിനെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്, അതുകൊണ്ടൊന്നും ഞാൻ നേടിയെടുക്കാൻ പോകുന്നതിന് അമൃതത്വത്തിനെ മോക്ഷത്തിനെ കിട്ടില്ല, വിത്തത്തിനാൽ നേടാൻ സാധിക്കില്ല, ഒന്നുകൊണ്ടും. ഇവിടെ വിത്തം എന്നത് ഉപലക്ഷണം മാത്രമാണ്, അതിൽ നമ്മളെല്ലാം ചേർക്കണം, അല്ലേ? ധനം കൊണ്ട് നേടാൻ സാധിക്കില്ല, അറിവ് കൊണ്ട് നേടാൻ സാധിക്കില്ല, സന്യാസം കൊണ്ടും നേടാൻ സാധിക്കില്ല, ഗാർഹസ്ഥ്യം കൊണ്ടും നേടാൻ സാധിക്കില്ല, അല്ലേ? എന്തൊക്കെയാണോ നമ്മുടെ ചുറ്റുമുള്ളത്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്തൊക്കെയാണോ അതുകൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല, അല്ലേ? വിത്തം എന്നത് വെറും ഉപലക്ഷണമാണ്, ബാക്കിയെല്ലാം കൂടെ നമ്മൾ ചേർത്തോണം. എന്തുകൊണ്ടേ നേടാൻ സാധിക്കൂ? കൈവല്യ ഉപനിഷത്ത് ഓർക്കണം, ത്യാഗേനേകേ അമൃതത്വമാനസു തേന തെക്തേന, ഈശാവാസ്യ, തേന തെക്തേന ഭുഞ്ജീത മാകൃത കസ്യ സിദ്ധനം. ഈശാവാസ്യ ഉപനിഷത്ത് 1-ാം മന്ത്രം. അതൊക്കെ നമുക്കിവിടെ ഉപകരണവതാം എന്ന വാക്കിൽ മനനം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് 3-ാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ഒരുമിച്ച് ചൊല്ലാം. സാഹോവാച മൈത്രേയി ഏന അഹം ന അമൃതാസ്യാം കിമഹം തേന കുര്യാം യദ് ഏവ ഭഗവൻ വേദ തദേവ മേ ബ്രൂഹി ഇതി. മൈത്രേയി ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാൻ, ഏതൊരു കാരണം കൊണ്ടാണോ, എന്തിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണോ അങ്ങ് പോകുന്നത്, മോക്ഷത്തെ തേടി പോകുന്നത്, അത് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ തന്നിട്ടാണോ അങ്ങ് പോകുന്നത്, അത് വെച്ച് ഞാൻ എന്ത് കാണിക്കാനാണ്, എന്ത് ചെയ്യുവാനാണ്? എനിക്കും അത് വേണ്ട. തദേവമേ ബ്രൂഹി ഇതി ഭഗവാൻ, എനിക്ക്
അതൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ കണ്ടിരുന്നു മൈത്രേയിയുടെ വൈരാഗ്യം. കിമഹം തേന കുര്യാം എന്ന ചോദ്യത്തിലൂടെ മൈത്രേയിയുടെ വൈരാഗ്യം കണ്ടു അല്ലേ. എന്നാൽ കച്ചിത് ശാശ്വതം എന്ന വാക്ക് നമ്മളവിടെ ചർച്ച ചെയ്തു. മൈത്രേയിക്ക് അറിയാം ഈ വിത്തമോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ എനിക്ക് ലഭ്യമാകാൻ പോകുന്ന ഭോഗങ്ങൾ അതൊന്നും ശാശ്വതമല്ല എന്ന പൂർണ്ണബോധം മൈത്രേയിക്ക് ഉള്ളത് കൊണ്ടാണ് മൈത്രേയി ഇതിനെ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ വൈരാഗ്യം നമ്മൾ കണ്ടു. അടുത്തത് തദേവമേ ബ്രൂഹി, അവിടെ ഗുരു ഉപസക്തി കണ്ടു, അത് മുമുക്ഷുത്വം കണ്ടു മൈത്രേയിയുടെ. നമ്മളവിടെ മന്ത്രത്തിൻ്റെ അവസാനം എഴുതിയിരുന്നു വിവേകം എന്നത് മന്ത്രം 2 അല്ലേ. മന്ത്രം 2 വിവേകം എന്ന ഭാഗം കണ്ടു. അത് ഏതായിരുന്നു? കഥം തേന അമൃതാം എന്ന ചോദ്യത്തിൽ, ആക്ഷേപത്തോടു കൂടിയുള്ള ചോദ്യത്തിൽ മൈത്രേയിയുടെ സാധന ചതുഷ്ടയ സമ്പത്തിയിൽ വിവേകം കണ്ടു. മന്ത്രം 3 വൈരാഗ്യം കണ്ടു, മുമുക്ഷുത്വം കണ്ടു, ഗുരു ഉപസക്തി കണ്ടു അല്ലേ. ആ വാക്കൊന്ന് എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വിവേക വൈരാഗ്യ മുമുക്ഷുത്വാദി സഹിത പൂർണ്ണ ശിഷ്യഭാവേന ഗുരു ഉപസക്തി അല്ലേ. അടുത്തതിലേക്ക് പോകാം. 4ാമത്തെ മന്ത്രം. സഹോവാച യാജ്ഞവൽക്യഃ പ്രിയാ ബധ അരേ നഹ സതി പ്രിയം ഭാഷസേ ഏഹി ആസ്വ വ്യാഖ്യാസ്യാം ഇതി തേ വ്യാചക്ഷാണസ്യതു മേ നിദിധ്യാസസ്വ ഇതി. അവിടെ നമ്മൾ കണ്ടിരുന്നു യാജ്ഞവൽക്യ മഹർഷി പൂർണ്ണ ശിഷ്യഭാവത്തോടുകൂടി അധികാരത്തെ കാണിച്ചുകൊണ്ടുള്ള മൈത്രേയിയുടെ ഗുരു ഉപസക്തി കണ്ട യാജ്ഞവൽക്യ മഹർഷി മൈത്രേയി. അപ്പം നമ്മുടെ മനസ്സിൽ ആ ഭാവന എപ്പോഴും ഉണ്ടാകണം അല്ലേ. ആ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് അല്ലെ പൂർണ്ണ നമസ്കാരം ചെയ്തുകൊണ്ട് മൈത്രേയി യാജ്ഞവൽക്യ മഹർഷിയോട് അടുത്ത് പറയുകയാണ്, അങ്ങ് നൽകിയതൊന്നും എനിക്ക് വേണ്ട, ഞാൻ അതൊക്കെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, എനിക്കിതൊന്നും വേണ്ട. അങ്ങ് എന്തിനെ അന്വേഷിച്ചാണോ പോകുന്നത് അത് എനിക്ക് അതാണ് വേണ്ടത്, മറ്റൊന്നും ശാശ്വതമല്ല അല്ലേ. അതിനൊന്നും എനിക്ക് തൃപ്തി തരാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തൃപ്തി തരുമെങ്കിൽ അങ്ങ് അതിട്ടിട്ട് പോവില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങ് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ശാശ്വതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് അമൃതത്വം അല്ലെങ്കിൽ മോക്ഷം മതി എന്ന് വളരെ ദൃഢനിശ്ചയത്തോടു കൂടി പറഞ്ഞ മൈത്രിയെ കണ്ടിട്ട് യാജ്ഞവൽക്യ മഹർഷി ശിഷ്യയായിക്കൊണ്ട്, ഓൾറെഡി ശിഷ്യയാണ് എങ്കിലും പൂർണ്ണ ശിഷ്യയായിക്കൊണ്ട് അദ്ദേഹം പോക്കൊക്കെ മാറ്റിവെച്ചു. ആ ശിഷ്യയ്ക്ക് വേണ്ട ബ്രഹ്മവിദ്യ ഉപദേശിച്ചതിന് ശേഷമേ ഞാൻ ഗുരുകുലം വിട്ടുപോകൂ എന്ന ഭാവത്തോടുകൂടി യാജ്ഞവൽക്യ മഹർഷി ഇരിക്കുന്നു. ശിഷ്യയായോട് പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി, എനിക്ക് നീ പ്രിയപ്പെട്ടവളാണ് ഇത്യാദി സ്തുതികളാണ് നമ്മൾ കണ്ടത്. പ്രിയബധ അരേ അല്ലേ. ആ അരേ എന്നുള്ള വാക്കൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തായിരുന്നല്ലോ അല്ലേ. സൂചകവാചി ശബ്ദം, ശ്രദ്ധ സൂചകവാചി ശബ്ദം എന്നൊക്കെ അല്ലേ. അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ആ ശ്രദ്ധയെ സൂചിപ്പിക്കാനായിട്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് ഇത്യാദി സ്തുതികൾ. കാരണം ഗുരുവിന് ഏറ്റവും സന്തോഷം വരുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മൾ അതേ ട്രാക്കിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ. അല്ല നമ്മൾ പുറമേ ഗുരുവിന് ഒരുപാട് ദക്ഷിണ കൊണ്ട് കൊടുക്കുക, ഗുരുനാഥന് സേവ ചെയ്ത് കൊടുക്കുക, അതൊന്നുമല്ല. അതൊക്കെ ബാഹ്യമായ ലിംഗങ്ങളൊക്കെയാണ്. ഞാനാണ് പ്രഥമ ശിഷ്യ, അല്ലെ ഞാനാണ് ഉത്തമ ശിഷ്യ അല്ലേ, ഞാൻ എത്ര സേവ ചെയ്യാനും തയ്യാറാണ്, അല്ലെങ്കിൽ എത്ര തവണ പാരായണം ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഗുരുകുലങ്ങളിൽ പല പല അനുഷ്ഠാനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ മുടക്കാണ്ട് ചെയ്യും. അതൊക്കെ ബാഹ്യമായ ഒക്കെ തന്നെ, ശരി തന്നെ. പക്ഷേ ഗുരുനാഥൻ എപ്പോഴാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നത്? എന്താണോ ഗുരു ഉപദേശിക്കുന്നത് ആ ബ്രഹ്മവിദ്യയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക അല്ലേ. ഞാൻ പറയും എനിക്കിതൊന്നും വേണ്ട അല്ലെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച്
വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആശ്രമത്തിൽ വന്നതിന് ശേഷം ഒരു വസ്ത്രം അടുത്തുള്ള ബ്രഹ്മചാരിക്ക് അല്ലെ അടുത്തുള്ള നിൻ്റെ ഗുരുവായിക്ക് അവർക്ക് വസ്ത്രം കീറിപ്പോയി, നീ നിൻ്റെ ഒരു വസ്ത്രം കൊടുക്കൂ എന്ന് പറയുമ്പോഴാണ്, അല്ലെ നീ ഇന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കണ്ട, അല്ലെ ഇന്ന് ഒരു നേരം ഉറങ്ങണ്ട, അവർ ഉറങ്ങട്ടെ, അവർ നിൻ്റെ ഭക്ഷണം ഇവിടെ കഴിക്കട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മളുടെ വൈരാഗ്യവും വിവേകവും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. പുറമേ നമ്മൾക്ക് ഉത്തമ ഭക്തരാണെന്ന് പറഞ്ഞ് അല്ലെ ശിഷ്യരാണെന്ന് പറഞ്ഞ് നടക്കണം. അതല്ല മൈത്രേയി എന്താണോ ഗുരു ത്യജിക്കുവാൻ, യാജ്ഞവൽക്യ മഹർഷി ത്യജിക്കുവാൻ തയ്യാറായത്, അതിനെയൊക്കെ ലഭ്യമായിട്ടും അതിനെ ത്യജിക്കുവാൻ അതേ മനസ്സോടുകൂടി തയ്യാറായ മൈത്രേയിയെ കണ്ടിട്ട് പ്രിയ എന്ന് വിളിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഗുരുവിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം വാത്സല്യ രൂപത്തിൽ ഈ വാക്കിൽ പ്രകടമാക്കുകയാണ്. അല്ലയോ പ്രിയേ, നീ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന വാക്കിനെയാണ് നീ പറഞ്ഞത് അല്ലേ, നീ എൻ്റെ ഉത്തമ ശിഷ്യയാണ്. ആ അനുഗ്രഹം മതി മൈത്രേയിക്ക് മോക്ഷം നേടുവാൻ അല്ലേ. എന്നിട്ട് പറയുന്നു, ഞാൻ നിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു തരാം. ഏഹി ആസ്വ വ്യാഖ്യാസ്യാമിതി വ്യാചക്ഷാണസ്യ തൂമേ നിധിധ്യാസസ്വ ഇതി. ഞാൻ പോക്കൊക്കെ അവസാനിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം വീതിച്ചു കൊടുത്ത് ഗുരുകുലവും ഉപേക്ഷിച്ച് ഗുരുനാഥനെന്നുള്ള പദവിയും ഉപേക്ഷിച്ച് വിത്തവും സർവ്വസ്വത്തുക്കളും ഉപേക്ഷിച്ച് ഒരു ഭിക്ഷാടകനായി പോവുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അദ്ദേഹം ആ പോക്ക് അവിടെ നിർത്തി വെക്കണമെങ്കിൽ ശിഷ്യ എത്ര ശ്രേഷ്ഠയായിരിക്കും. ഇല്ല, യാജ്ഞവൽക്യ മഹർഷിക്ക് മനസ്സിലായി, ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഗുരുവാവില്ല. ശിഷ്യന് അധികാരിയാണെങ്കിൽ അവർക്ക് തീവ്രമായ ആഗ്രഹമുണ്ട് മോക്ഷത്തിനെങ്കിൽ അവരെയും മോക്ഷത്തിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടത് ഗുരുനാഥനായ എൻ്റെ കടമയാണെന്ന് മനസ്സിലാത്തവർ ഗുരുവല്ല. ഗുരുവെന്നുള്ള പദം അലങ്കരിക്കുവാൻ എളുപ്പമാണ്, പക്ഷെ അത് ആചരിക്കുവാനാണ് പ്രയാസം. അത് കാട്ടിത്തരികയാണ് യാജ്ഞവൽക്യ മഹർഷി. തൻ്റെ മോക്ഷത്തിലേക്കുള്ള യാത്ര അവിടെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് മൈത്രേയിക്ക് ബ്രഹ്മവിദ്യാ ഉപദേശം ആരംഭിക്കുകയാണ്. ഞാൻ നിനക്ക് നിശ്ചയമായും പറഞ്ഞു തരാം, നീ അതിനെ വെറുതെ കേട്ടാൽ പോരാ മൈത്രേയി, അതിനെ നിധിധ്യാസനം അതിനെ നീ അനുഭവത്തിൽ കൊണ്ടുവരണം എന്ന് പറയുകയാണ് ചെയ്തത്. അടുത്തതിലേക്ക് പോകാം, ഒരുമിച്ച് പാരായണം ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയ മന്ത്രമാണ്. സഹോവാച നവാരേ പത്യുക്കാമായ പതിപ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിപ്രിയോ ഭവതി നവാരേ ജായായൈ കാമായ ജായാപ്രിയ ഭവതി ആത്മനസ്തു കാമായ ജായാപ്രിയ ഭവതി നവാരേ പുത്രാണാം കാമായ പുത്രാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ പുത്രാഃ പ്രിയാ ഭവന്തി നവാരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി നവാരേ ബ്രഹ്മണഃ കാമായ ബ്രഹ്മപ്രിയം ഭവതി ആത്മനസ്തു കാമായ ബ്രഹ്മപ്രിയം ഭവതി നവാരേ ശത്രസ്യ കാമായ ശത്രം പ്രിയം ഭവതി ആത്മനസ്തു കാമായ ശത്രം പ്രിയം ഭവതി നവാരേ ലോകാനാം കാമായ ലോകാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ലോകാഃ പ്രിയാ ഭവന്തി നവാരേ ദേവാനാം കാമായ ദേവാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ദേവാഃ പ്രിയാ ഭവന്തി നവാരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അവിടെ വരെ നമുക്ക് നോക്കാം. യാജ്ഞവൽക്യ മഹർഷിയുടെ ബ്രഹ്മോപദേശം ആരംഭിക്കുകയാണ് 5ാമത്തെ മന്ത്രത്തിൽ. അല്ലയോ മൈത്രേയി, ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതെന്ന് നിനക്കറിയാവോ? യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. എന്താണ് കാരണം? ആത്മനസ്തു കാമായ സർവം പ്രിയം. എല്ലാവർക്കും ഏറ്റവും പ്രിയം അവനവനെ തന്നെയാണ് മൈത്രേയി. ഞാനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട്
എനിക്ക് ശ്രേഷ്ഠമായതെന്തോ അതിനെ തേടി ഞാൻ പോവുകയാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി എന്താ പറയുക, വളരെ തുറന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞു. അവനവന് വേണ്ടിയാണ് അവനവൻ മറ്റുള്ളതിനെ സ്നേഹിക്കുന്നത്. എനിക്ക് സുഖം തരുന്നതാണെങ്കിൽ എനിക്ക് അതിനോട് സ്നേഹമുണ്ടാകും. നേരെ മറിച്ച് അതേ വസ്തുവോ വ്യക്തിയോ സ്ഥലമോ സാഹചര്യമോ എന്തോ ആയിക്കോട്ടെ അതെനിക്ക് ദുഃഖമാണ് തരുന്നതെങ്കിൽ ആ സ്നേഹം നേരെ വിപരീതമാകും. ഒന്നുകൂടെ പറയാ, എനിക്ക് സുഖം തരുന്നതാണെങ്കിൽ അത് വസ്തുവായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, അതെനിക്ക് സുഖമാണ് തരുന്നതെങ്കിൽ എനിക്കതിനോട് സ്നേഹമുണ്ടാകും. നേരെ മറിച്ച് അത് വിപരീത ഫലം ദുഃഖമാണ് തരുന്നതെങ്കിൽ ആ സാഹചര്യത്തിനോട് എനിക്ക് അപ്രിയമായിരിക്കും, ആ വ്യക്തികളോട് എനിക്ക് അപ്രിയമായിരിക്കും, ആ വസ്തുക്കളോടും എനിക്ക് അപ്രിയം തന്നെയായിരിക്കും. കാരണം എന്താണ്? ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. എപ്പോഴും അത് മനനം ചെയ്യണം. നമ്മൾ വിചാരിക്കും ഇത്രയും ഹാർഡായിട്ടുള്ള വാക്കാണല്ലോ യാജ്ഞവൽക്യ മഹർഷി ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ ബൃഹദാരണ്യം എത്തിയപ്പോഴല്ലേ പറയുന്നുള്ളൂ, തുടക്കത്തിലൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം നമ്മളിത് ഉൾക്കൊള്ളുവാൻ പാകമാണ്. ആ നമ്മളോടാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമ്മളും ഇതിനെ അംഗീകരിക്കും. ബാഹ്യമായി അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാകും. അയ്യോ, ഞാൻ മറ്റു പലതിനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ ഒരു സാഹചര്യം വന്ന് നോക്കട്ടെ, അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ച് നോക്കൂ, നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞു. പതിയുടെ ഉദാഹരണം, പത്നിയുടെ ഉദാഹരണം, പുത്രന്മാരുടെ ഉദാഹരണം, വിത്തത്തിൻ്റെ അല്ലേ, ധനത്തിൻ്റെ ഉദാഹരണം. ധനം ചുറ്റും, എൻ്റെ ചുറ്റും ധനം ഇരിക്കുക, പക്ഷെ ഞാൻ അതിൻ്റെ നടുക്കിരുന്ന് കരയുകയാണെങ്കിലോ അതിനോട് പ്രിയം ഉണ്ടാകുമോ? ഇല്ല. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ഇവിടെ പറയുകയാണ്. ക്ഷത്രം കാമായ, എനിക്ക് ക്ഷത്രിയൻ, ബ്രാഹ്മണൻ ഇത്യാദി ജാതിയോടാണ്, വർണ്ണത്തിനോടാണ് ഇഷ്ടമെങ്കിൽ അതെനിക്ക് ദുഃഖമാണ് തരുന്നതെങ്കിൽ ഞാൻ അതിനെയും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അല്ലേ? നമ്മൾ കാണുന്നതാണ് സാഹചര്യങ്ങളൊക്കെ. എത്രയോ പേരുണ്ടല്ലേ മറ്റ് സെമിറ്റിക് മതങ്ങളിൽ പോയി ചേരുന്നത്. അവർ ജനിച്ചു വളർന്നത് ഒരു സംസ്കാരം ഉണ്ടായിരിക്കും, പക്ഷെ മറ്റൊരു വ്യക്തിയോട് പ്രിയം വരുമ്പോൾ ആ വ്യക്തി പറയുന്നതനുസരിച്ച് മതം മാറുന്നതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പം ഇത്രയും കാലം സ്നേഹം ഉണ്ടായിരുന്നതൊക്കെ അതിനെയൊക്കെ ഉപേക്ഷിക്കുന്നത് നമ്മൾ ലോകത്ത് കാണുന്നതാണ്. അത് ത്രേതായുഗത്തിലെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നതാണ്. അതിപ്പോഴും ഇന്നും നാളെയും ഇത് നമുക്ക് കാണാവുന്നതാണ് അല്ലേ. പിന്നെ എന്താണ്? ലോകങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. ദേവതകളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ആ ദേവതകൾ എനിക്ക് ദുഃഖമാണ് തരുന്നതെങ്കിലോ പിന്നെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അല്ലേ. പൂജകൾ ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, അവരെ പ്രീതിപ്പെടുത്തുവാനായി എന്തൊക്കെയാണ് ആളുകൾ കോലാഹലങ്ങൾ കാട്ടുന്നത് ഒക്കെ നമ്മൾ ലോകത്ത് കാണുന്നതാണ്. ആ ഉദാഹരണങ്ങൾ മാത്രമാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്. എന്നിട്ട് ഇതിനെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തു. നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി, ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അല്ലയോ മൈത്രേയി, അവനവനെ തന്നെയാണ് നിരുപാധികമായി സ്നേഹിക്കുന്നത്. അത് സത്യമാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. ഞാൻ ഒരു ഉദാഹരണവും പറയുന്നില്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്കൂ. എന്തിനാണ് ഒരാൾ സന്യാസിയായ? എനിക്ക് സന്യാസിയാകുന്നതാണ് ഇഷ്ടം അല്ലേ, അല്ലാണ്ട് മറ്റാരും നിർബന്ധിച്ചിട്ടല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ആത്മനസ്തു കാമായ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ കാര്യവും, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ ഉറങ്ങുന്നത്, ഞാൻ കുളിക്കുന്നത്, ഞാൻ യാത്ര ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കൂ. ആത്മനസ്തു കാമായ. ഒരാൾ വളരെ സ്നേഹമായിരിക്കും, രണ്ടുപേര് തമ്മിൽ വളരെ സ്നേഹമായിരിക്കും അല്ലേ, സംസാരിക്കും, മണിക്കൂറുകൾ സംസാരിക്കും. ഉറക്കം വരുമ്പോഴോ അവർ തിരിഞ്ഞു കിടന്ന് ഉറങ്ങും അല്ലേ. ആത്മനസ്തു കാമായ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അതാണ്
ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. എന്നിട്ട് പറയുന്നു, അല്ലയോ മൈത്രേയി, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആത്മാവ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ മൈത്രേയി ആത്മനോ വ അരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിദിതം. മൈത്രേയിയോട് പറയുകയാണ്, അല്ലയോ മൈത്രേയി, അവനവനെ തന്നെയാണ് നിരൂപാധികമായി സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ മോക്ഷത്തിന് വേണ്ടി നീ തന്നെ പ്രയത്നിക്കണം. മറ്റാരും നിനക്ക് ആത്യന്തികമായ ദുഃഖനിവൃത്തി കൊണ്ടുവന്ന് തരില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ പരമാത്മജ്ഞാനത്തിനെ അടയ വേണം. അതിനു വേണ്ടിയുള്ള മാർഗമാണ് ശ്രവണം. ശ്രവിച്ചതിനെ നീ നിരന്തരം ചിന്തനം ചെയ്യണം. ചിന്തനം ചെയ്ത് ഉപാസനകളിലൂടെ നീ അധികാരത്തെ വളർത്തി നീ അതായി മാറും. അതാണ് നിധിധ്യാസനം. ആ ഭാവത്തിലെത്തണം. അതാണ് മോക്ഷം മൈത്രേയി എന്ന് പറഞ്ഞു കൊടുന്നു. ഇദം സർവം വിദിതം ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിദിതം. മോക്ഷം എന്നത് നിനക്ക് ലഭ്യമാകും. നീ ഉപാസനകൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വിവേക വൈരാഗ്യാദി അധികാരങ്ങൾ സമ്പാദിക്കുക. ആരും ഉണ്ടാകില്ല നിന്റെ മോക്ഷത്തിന് സഹായിക്കുവാനെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി, ലോകത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി നീ ജീവിക്കുക, ശ്രവണം ചെയ്യുക ഇത്യാദികൾ പറഞ്ഞു. ശ്രവണം എന്നത് നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. ശ്രവണത്തിൻ്റെ ഫലം നമ്മളവിടെ ചർച്ച ചെയ്തു. മനനം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. മനനത്തിൻ്റെ ഫലം കണ്ടു. അതിനുശേഷം നിധിധ്യാസനം, നിസ്സംശയേന അർത്ഥം മനനം ഇത്യാദി ഡെഫിനിഷൻസ്, പരിഭാഷകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നിധിധ്യാസനം, നിശ്ചയപൂർണ്ണ ചിന്തനം, സംശയമൊന്നുമില്ലാതെ എനിക്ക് മോക്ഷം മാത്രം മതി എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി സാധനകൾ അനുഷ്ഠിക്കുന്നു. ആ അനുഷ്ഠാനത്തിലൂടെ എത്തിപ്പെടുന്ന അവസ്ഥയാണ് നിധിധ്യാസനം എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഫലമാണ് ബ്രഹ്മവിദ്യാപ്രാപ്തി, അല്ലെങ്കിൽ പുനർജന്മമില്ലാത്ത ജീവൻ മുക്തി, സാക്ഷാത്കാരം, നിർവാണം, മോക്ഷം ഇത്യാദിയൊക്കെ വാക്കുകളിലൂടെ നമ്മൾ പറയുന്നത്. അതാണ് ഫലശ്രുതിയായിട്ട് നമ്മൾ കണ്ടത്. അവിടെ നമ്മൾ ഭാഷ്യമൊക്കെ ചർച്ച ചെയ്തു. ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവരുടെ കയ്യിലും ഭാഷ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അത് എടുത്ത് നോക്കണം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആറാമത്തെ മന്ത്രം. ബ്രഹ്മതം പരാദാത് യോ അന്യത്ര ആത്മനഃ ബ്രഹ്മവേദ ക്ഷത്രം തം പരാദാത് യോ അന്യത്ര ആത്മനഃ ക്ഷത്രം വേദ ലോകാഃ തം പരാധുര്യുഃ യോ അന്യത്ര ആത്മനഃ ലോകാൻ വേദ ദേവാഃ തം പരാധുര്യുഃ യോ അന്യത്ര ആത്മനഃ ദേവാൻ വേദ ഭൂതാനി തം പരാധുര്യുഃ യോ അന്യത്ര ആത്മനഃ ഭൂതാനി വേദ സർവം തം പരാദാത് യോ അന്യത്ര ആത്മനഃ സർവം വേദ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യഥയമാത്മാ. ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ ഉദാഹരണങ്ങളൊക്കെയാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്. കാരണം എന്താണ്? ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനങ്ങൾ ഉണ്ടാകുന്നത് കുലാഭിമാനം, ജാതി അഭിമാനം, വർണ്ണാഭിമാനം. പ്രത്യേകിച്ച് യാജ്ഞവൽക്യ മഹർഷി പറയുന്ന ത്രേതായുഗത്തിൽ ഇപ്പോഴത്തെ കാലം, ഇപ്പോഴും അതുണ്ട്, നമുക്ക് പറയേണ്ട കാര്യമില്ല, നമുക്ക് ചുറ്റുപാടും കാണാവുന്നതാണ്. എങ്കിലും അദ്ദേഹം ഈ മന്ത്രം പറയുന്ന കാലഘട്ടത്തിൽ ഇത് വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ അഭിമാനങ്ങളൊക്കെ നീ മുറുകെ പിടിച്ചിരുന്നാൽ മൈത്രേയി അത് നിന്റെ മോക്ഷത്തിന് തടസ്സമാണ്. അതുകൊണ്ട് എന്തൊക്കെ അഭിമാനങ്ങളാണോ നമുക്കുള്ള, അപ്പം നമ്മൾ തന്നെ ആലോചിക്കുക, എന്തൊക്കെ അഭിമാനം. ഞാൻ പതിവ്രതയായ ഭാര്യയാണ്, അഭിമാനമാണ് അല്ലേ. ഞാൻ ഉത്തമനായ ശിഷ്യനാണ്, അല്ല ഉത്തമയായ ശിഷ്യയാണ്. ഞാൻ സന്യാസിയാണ്, അതാണ് ഏറ്റവും വലിയ അഭിമാനം. ഞാൻ ഇത്ര ചെറുപ്പത്തിലെ സന്യാസിയായി, എൻ്റെ ഗുരുനാഥനൊക്കെ ഇത്ര വയസ്സായി, അവർ
അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ അത് ഏറ്റവും വലിയ അഹങ്കാരം സന്യാസിയായി. സത്യമാണ് ഞാൻ പറയണത് അല്ലേ. ഞാൻ നല്ല വിദ്യാർത്ഥിയാണ് അല്ലേ. എൻ്റെ തലനാരൊന്നും നരച്ചിട്ടില്ല, അത് അഭിമാനം അല്ലേ. ഞാൻ നന്നായി പാചകം ചെയ്യും, ഞാൻ നന്നായി സംസാരിക്കും, ഞാൻ നല്ല വക്താവാണ്, എല്ലാ അഭിമാനങ്ങളാണ്. അപ്പം നമ്മൾ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുക. എൻ്റെ നല്ല കൈപ്പടയാണ്, ഞാൻ നന്നായിട്ട് എഴുതും, ഒക്കെ അഭിമാനം. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ സൂക്ഷ്മമായിട്ടുള്ള ഈഗോകളാണ്. അതുപോലും മോക്ഷത്തിന് തടസ്സമാണ്. ഞാൻ നല്ല സാധകനാണ്, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കും അല്ലേ, 4 മണിക്ക് എഴുന്നേറ്റ് അഷ്ടാംഗ യോഗ സാധനകൾ ചെയ്യും അല്ലേ. ഞാൻ എത്ര ദൂരെ വേണമെങ്കിലും യാത്ര ചെയ്ത് ശ്രവണത്തിന് വേണ്ടി, സത്സംഗത്തിന് വേണ്ടി ഞാൻ എത്ര ദൂരം യാത്ര, ഇതൊക്കെ അഭിമാനം. ഓരോന്നും എടുത്തു നോക്കും അല്ലേ. ഞാൻ നല്ല ദാനം ചെയ്യും, അത് കാണാം. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണുമല്ലേ, 500 റുപ്യ ഇന്നയാൾ വക വഴിപാട്, വലിയ 500 റുപ്യേക്കാളും വലിയ ബോർഡിലാണ് എഴുതി വെക്കുന്നത് അല്ലേ. അഭിമാനം, അത് മോക്ഷത്തിന് തടസ്സം. അപ്പോൾ നമ്മൾ തന്നെ മനനം ചെയ്യുക, എന്തൊക്കെ അഭിമാനങ്ങളാണ് എനിക്കുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ, കണ്ണാടി നോക്കുമ്പോൾ മുതൽ നമ്മൾ നോക്കുക, എന്തൊക്കെ എൻ്റെ കണ്ണ് നല്ല, ഇത്രയും പ്രായമായിട്ട് എനിക്ക് കണ്ണട വെക്കേണ്ട ആവശ്യമില്ല, അത് അഭിമാനമാണ്. നന്നായിട്ട് കേൾക്കാം, അത് അഭിമാനമാണ്. ഇതൊക്കെ ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ്. എങ്കിലും എൻ്റെ എന്നുള്ള അഭിമാനം സാധനയ്ക്ക്, മോക്ഷത്തിന് തടസ്സമാണ് മൈത്രേയി എന്ന് ഉദാഹരണത്തിലൂടെ ബ്രഹ്മദം ക്ഷത്രംദം ഇത്യാദികൾ പറയുന്നതേ ഉള്ളൂ. നമ്മൾക്കാർക്കും ഈ കുല അഭിമാനം കാണില്ല. അപ്പം നമ്മൾ വിചാരിക്കരുതോ ഇത് എനിക്ക് വേണ്ടിയല്ല ഈ മന്ത്രം എന്ന്, മറ്റ് അഭിമാനങ്ങൾ കാണും. അപ്പോൾ അത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക മനസ്സിൽ തന്നെ, എനിക്ക് എന്തൊക്കെ അഭിമാനങ്ങളാണുള്ളത് അല്ലേ. ഞാൻ നന്നായിട്ട് പാട്ട് പാടും അല്ലേ, നന്നായി സംസാരിക്കും, നന്നായി പാചകം ചെയ്യും, ഞാൻ നല്ല സന്യാസിയാണ്, ഞാൻ നല്ല ഗൃഹസ്ഥനാണ്, എന്തൊക്കെ അഭിമാനമാണ്. ഞാൻ എൻ്റെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, ഞാൻ എൻ്റെ പുത്രപൗത്രന്മാരെ നന്നായി നോക്കും. എന്തൊക്കെയാണോ അഭിമാനങ്ങളുള്ളത് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് പറയുകയാണ് മൈത്രേയി, അതുപോലും സാധനയ്ക്ക് തടസ്സമാണ്, ഒരു ചെറിയ ഈഗോ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉദാഹരണത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് ചെയ്യുന്നത്. നമ്മളത് കണ്ടു അല്ലേ. അതിലേക്ക് പോകുന്നില്ല. ക്ഷത്രത്തിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും, ബ്രാഹ്മണ ക്ഷത്രിയ കുലജാതി എന്ന ഉദാഹരണം 6ാമത്തെ മന്ത്രത്തിൽ പറയുന്നതേ ഉള്ളൂ. ബാക്കി ഈഗോകൾ, എന്തൊക്കെ അഭിമാനങ്ങളാണോ നമ്മൾക്കുള്ളത് അത് നമ്മൾ ഈ മന്ത്രത്തിൽ കൂട്ടിച്ചേർക്കുക. അടുത്തതിലേക്ക് പോകാം. 7ാമത്തെ മന്ത്രം. സ യഥാ ദുന്ദുഭ്യേ ഹന്യമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗ്രഹണായ ദുന്ദുഭ്യേ തു ഗ്രഹണേന ദുന്ദുഭ്യാം ഘാതസ്യ വാ ശബ്ദഃ ഗൃഹീതഃ. അടുത്തത് 8, 9 കൂടെ ചൊല്ലാം, നമുക്ക് അറിയാമല്ലോ, അത് ഉദാഹരണങ്ങളായതുകൊണ്ട് ഒരുമിച്ച് ചൊല്ലാം. 8ാമത്തെ മന്ത്രം. സ യഥാ ശങ്കസ്യ ധ്യമായമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗ്രഹണായ ശങ്കസ്യ തു ഗ്രഹണേന ശങ്കധ്വംസ്യ വാ ശബ്ദോ ഗൃഹീതഃ. സ യഥാ വീണാयै വാദ്യമാനാयै ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗ്രഹണായ വീണാयै തു ഗ്രഹണേന വീണാവാദസ്യ വാ ശബ്ദോ ഗൃഹീതഃ. 3 ഉദാഹരണങ്ങളാണ് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 1ാമത്തെ ഉദാഹരണം പെരുമ്പറ കൂട്ടുന്നത് അല്ലെ മൃദംഗം വായിക്കുന്നത്, തബല വായിക്കുന്നത് ഇത്യാദികൾ നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. ആ ഉപകരണത്തിൽ നിന്നും അതിൻ്റെ ശബ്ദമേ പുറപ്പെടുവിക്കാൻ സാധിക്കൂ, അല്ലാണ്ട് മറ്റൊന്നിൻ്റെത് വരില്ല. പല പല രാഗങ്ങളിലൂടെ ഈണങ്ങളിലൂടെ അതിന് ആരോഹണ അവരോഹണാദി ഏറ്റക്കുറച്ചിലുണ്ടാക്കാൻ സാധിക്കും. അല്ലാണ്ട് ഉപകരണത്തിൽ നിന്നും മറ്റൊരു ഉപകരണത്തിൻ്റെ അല്ലെ മറ്റൊരു വാദ്യത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉദാഹരണമായിരുന്നു. ഒന്ന് ദുന്ദുഭ്യേ, ദുന്ദുഭി എന്ന് വെച്ചാൽ പെരുമ്പറ. 2ാമത്തെ ഉദാഹരണം ശംഖനാദം.
ശംഖിൽ നിന്നും ശംഖനാദവേ വരുവുള്ളൂ. മൂന്നാമത്തെ ഉദാഹരണം വീണ അല്ലെ, വീണ എന്ന വാദ്യോപകരണത്തിൽ നിന്നും വീണാനാദമേ വരികയുള്ളൂ. അപ്പൊ അതുപോലെ പരമാത്മാവിൽ നിന്നുമാണ് എല്ലാം ഉണ്ടായത് എന്ന് ഉദാഹരണത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. മനനത്തിന് വേണ്ടി നമ്മളോട് പറയുകയായിരുന്നു. 7, 8, 9 മന്ത്രങ്ങൾ അല്ലേ. ഇത് എന്താണ്? സ്ഥിതി കാരണം എന്ന് നമ്മളവിടെ കണ്ടിരുന്നു. കാരണം പരമാത്മാവിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണോ വീണയിൽ നിന്നും വീണാനാഥം മാത്രം വരുന്നത്, അതുപോലെ പരമാത്മാവിൽ നിന്നുമാണ് മനുഷ്യനും പക്ഷികളും മൃഗാദികളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിന് പല പല രൂപങ്ങൾ കാണും, പക്ഷെ അതിലെല്ലാം കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം ഒന്നാണ് മൈത്രേയി എന്ന് പറഞ്ഞു കൊടുത്തു ഉദാഹരണത്തിലൂടെ. അടുത്തത് 10ാമത്തെ മന്ത്രം. സ യഥാ ആർദ്ര ഏത അഗ്നേ അഭ്യാഹിതാത് പൃഥക് ധൂമാഃ വിനിച്ഛരന്തി ഏവം വാ അരേ അസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതം ഏതത് ഋഗ്വേദഃ യജുർവേദഃ സാമവേദഃ അഥർവ അംഗിരസഃ ഇതിഹാസഃ പുരാണം വിദ്യാ ഉപനിഷദഃ ശ്ലോകാഃ സൂത്രാണി അനുവ്യാഖ്യാനാനി വ്യാഖ്യാനാനി അസ്യൈവ ഏതാനി നിശ്വസിതാനി. ഉദാഹരണം അടുത്തത് പറയുകയാണ്. നനഞ്ഞ വിറക് കട്ടയെ എരിയുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന പുക, അതാണ് ആർദ്ര ഏത അഗ്നേ എന്നുള്ള ഉദാഹരണം. അതുപോലെ പരമാത്മാവിൻ്റെ നിശ്വാസമാണ് സർവവും. എങ്ങനെയാണോ നനഞ്ഞ കട്ടയിൽ നിന്നും പുക വരുന്നത്, അത് നമ്മൾ അഡീഷണലായിട്ട് പുക കൊണ്ട് ചേർക്കുന്നതല്ല അല്ലെ. നനഞ്ഞ വിറക് കട്ടയുടെ സ്വഭാവമാണ് പുക വരിക എന്നുള്ളത്. അതുപോലെ തന്നെ പരമാത്മാവിൽ നിന്നും അല്ലെ, പരമാത്മാവിൻ്റെ അല്ലെ ഭഗവാന്റെ ഈശ്വരൻ്റെ നിശ്വാസമാണ് ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ. ആ നിശ്വാസത്തിൻ്റെ ഉപലക്ഷണമായിട്ട് വേദങ്ങളെ പറഞ്ഞു. ഋഗ്വേദം, യജുർവേദം ഇത്യാദി വേദങ്ങൾ, പിന്നെ പുരാണ ഇതിഹാസങ്ങൾ, അതെല്ലാം ഭഗവാന്റെ നിശ്വാസം. അതായത് ഒരു പ്രയത്നവും കൂടാതെ നമ്മൾ എങ്ങനെയാണോ ഉച്ഛ്വാസം നിശ്വാസം ചെയ്യുന്നത്, അതുപോലെ ഭഗവാനിൽ നിന്നും ഇങ്ങനെ ഈ സാഹിത്യകാരുടെ ഭാഷയിൽ പറഞ്ഞ അനർഘള നിർഘളമായി ഒഴുകിയതാണ് ഈ കാണുന്ന സർവപ്രപഞ്ചവും. അപ്പം എന്തിനിത് പറഞ്ഞു? ഒരു പരമാണു മുതൽ ചതുർമുഖ ബ്രഹ്മാവ് വരെയുള്ള എല്ലാം അല്ലേ. പല സന്ദർഭങ്ങളിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വീണ്ടും വീണ്ടും യാജ്ഞവൽക്യ മഹർഷി മൈത്രിയോടായിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾക്ക് എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള കാരകദൃഷ്ടി ഇല്ല, അത് സത്യമാണ്. പറയാനൊക്കെ എളുപ്പമാണ്, എല്ലാ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. പക്ഷെ എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള ആ അധികാരം നമ്മൾക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി വീണ്ടും നമ്മളോട് പറയുകയാണ്, ഭഗവാന്റെ നിശ്വാസമാണ് ഈ കാണുന്ന സർവപ്രപഞ്ചവും എന്ന് പറഞ്ഞു. 10ാമത്തെ മന്ത്രം. അതിന് ഉപലക്ഷണങ്ങളായിട്ടാണ് വേദങ്ങൾ പറഞ്ഞത് കേട്ടോ. നമ്മൾ വിചാരിക്കരുത് വേദം മാത്രം ഭഗവാൻ സൃഷ്ടിച്ചു എന്നല്ല അല്ലേ. അതിൽ പിന്നെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു. അതിന് ഉദാഹരണമായിട്ട് ഇത് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കണം ദേവതകൾ, ലോകങ്ങൾ, ലോകപാലകർ, പഞ്ചമഹാഭൂതങ്ങൾ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ എല്ലാം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തോണം. അതൊക്കെ ഭഗവാന്റെ നിശ്വാസം. അപ്പോൾ ഭഗവാന്റെ നിശ്വാസത്തിലാണ് നമ്മളൊക്കെ വന്നത്. അത് എപ്പോൾ തുടങ്ങിയെന്ന് മാത്രം ഭഗവാൻ ഒരു വേദത്തിലും ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഈ സൃഷ്ടി ആരംഭിച്ചു. അത് കാലാതീതം എന്ന് മാത്രമേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് എൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മമ മായ ദുരത്യയ, ഞാൻ മായ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിനെയൊക്കെ എന്ന്. അത് വളരെ ദുർഘടമാണെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അടുത്തതിലേക്ക് പോകാം. 11ാമത്തെ മന്ത്രം. സ യഥാ സർവാസാമഭാം സമുദ്രം ഏകായനം ഏവ
एवं सर्वेषां स्पर्शानां त्वकेकायनम् एवं सर्वेषां गन्धानां नासिके एकायनम् एवं सर्वेषां रसानां जिह्वे एकायनम् एवं सर्वेषां रूपाणां चक्षुः एकायनम् एवं सर्वेषां शब्दानां श्रोत्रमेकायनम् एवं सर्वेषां संकल्पानां मन एकायनम् एवं सर्वासां विद्यानां हृदयमेकायनम् एवं सर्वेषां कर्मणां हस्तौ एकायनम् एवं सर्वेषाम् आनन्दानाम् उपस्थमेकायनम् एवं सर्वेषां विसर्गाणां पायुः एकायनम् एवं सर्वेषां मध्वनां पादौ एकायनम् एवं सर्वेषां വേദാനാം വാക് ഏകായനം. ഇവിടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് പറയുകയാണ്, അല്ലയോ മൈത്രേയി, ഇവയുടെ ധർമ്മം ചെയ്യുന്നത്, ത്വക്കിന് സ്പർശിക്കാൻ സാധിക്കുന്നത് അല്ലേ, ജിഹ്വയ്ക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, രസനേന്ദ്രിയത്തിന് രുചിക്കാൻ സാധിക്കുന്നത്, കണ്ണിന് കാണാൻ സാധിക്കുന്നത് അല്ലേ, വിസർജനേന്ദ്രിയത്തിന് വിസർജനം എന്ന പ്രക്രിയ ചെയ്യാൻ സാധിക്കും. ഞാൻ വിചാരിക്കൂ എൻ്റെ കഴിവുകൊണ്ടാണെന്ന്. ഒന്നുമല്ല, പഞ്ചപ്രാണന്മാർ അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഇതെല്ലാം സർവ ഇന്ദ്രിയങ്ങളും അവയുടെ ധർമ്മം യഥാവിധി ചെയ്യുന്നത് കൊണ്ടാണ് മൈത്രേയി നീ ഉള്ളത് അല്ലേ. അതുകൊണ്ടാണ് നിനക്ക് നീ എന്നുള്ള അഭിമാനമുള്ളത് അല്ലെ, ഞാൻ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനമുള്ളത്. അത് നീ മാറ്റിയെടുക്കൂ. ഇവയെല്ലാം അവയുടെ ധർമ്മം യഥാവിധി ചെയ്യുന്നത് കൊണ്ടാണ്. പരമാത്മാവ് ഓരോ ഇന്ദ്രിയങ്ങളിലും ദേവതകളെ അവയുടെ ധർമ്മം ചെയ്യാനായി ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്, പരമാത്മാവ് അതിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നിനക്ക് ഈ അഹംബുദ്ധി, ഞാനെന്നുള്ള അഭിമാനമുള്ളത് മൈത്രേയി. അത് നീ മാറ്റിയെടുക്കണം. പരമാത്മാവാണ് ഇവയിലെല്ലാം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ത്വക്കിൻ്റെ, നാസികയുടെ, അങ്ങനെ ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം എല്ലാത്തിൻ്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു. അടുത്ത മന്ത്രം, 12ാമത്തെ മന്ത്രം. സയഥാ സൈന്ധവഖില്യഃ ഉദഹേ പ്രാസ്ത ഉദകമേവ അനുവിലീയേത നഹ അസ്യ ഉദ്ഗ്രഹണായ ഇവ സ്യാദ് യതോ യത തു ആദതീത ലവണമേവ ഏവം വാ അരേ ഇദം മഹദ്ഭൂതം അനന്തം അപാരം വിജ്ഞാനഘന ഏവ ഏതേഭ്യോ ഭൂതേഭ്യഃ സമുദ്ധായ താനി ഏവ അനുവിനശ്യതി ന പ്രേത്യാ സംജ്ഞാ അസ്തി ഇതി അരേ ബ്രവീമി ഇതി ഹോവാച യാജ്ഞവൽക്യഃ. യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് ഒരു പരീക്ഷണത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ലവണത്തിൻ്റെ പരീക്ഷണം അല്ലേ. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കുക അല്ലേ, അതിൽ ഉപ്പിടുക, അതിൽ ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കുന്നത് പോലെ പരമാത്മാവ് ഈ സർവ പ്രാണികളിലും സർവ മഹാഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു മൈത്രേയി എന്ന ഉദാഹരണം പറഞ്ഞു അല്ലേ. അത് നമ്മൾ ചാന്തോക്യ ഉപനിഷത്തിലും ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിന് ഇതേ പരീക്ഷണമാണ് കൊടുത്തത്. താഴെയും ഉപ്പുവെള്ളം, മധ്യത്തിലും ഉപ്പുവെള്ളം, അഗ്രയിലും ഉപ്പുവെള്ളം. അതുപോലെയാണ് പരമാത്മാവ് സൃഷ്ടി നടത്തിയതിനു ശേഷം ആച്ഛാദനം ചെയ്തിരിക്കുകയാണ് എല്ലാറ്റിലും എന്ന് ഉദാഹരണ സഹിതം പറയുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി ഉദാഹരണം പറഞ്ഞു? എല്ലാറ്റിലും ഈശ്വരനെ കണ്ടാൽ മാത്രമേ അവർക്ക് ജീവൻ മുക്തി ഉണ്ടാവുകയുള്ളൂ. ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മൈത്രേയിക്ക് ഈ ഉദാഹരണം അല്ലെങ്കിൽ ഈ പരീക്ഷണം പറഞ്ഞു കൊടുത്തത്. അടുത്ത 13ാമത്തെ മന്ത്രം. സാഹോവാച മൈത്രേയി അത്ര ഏവ മാ ഭഗവാൻ അമൂമുഹത് ന പ്രേത്യ സംജ്ഞാ അസ്തി ഇതി സഹോവാച നവാ അരേ അഹം മോഹം ബ്രവീമി അലം വാ അരേ ഇദം വിജ്ഞാനായ. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് മൈത്രേയി പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ ഞാൻ മോഹത്തിലായിപ്പോയി. കാരണം അങ്ങ് പറഞ്ഞതുപോലെ എല്ലാറ്റിലും
എനിക്ക് ഈശ്വരനെ കാണുവാനുള്ള ഭാവം ഈ സന്ദർഭത്തിൽ ഈ ഉപദേശം കേട്ടപ്പോൾ എനിക്ക് പാകമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ മോഹത്തില്ല. അതെൻ്റെ കുറ്റമാണ് മൈത്രേയി. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് എന്താ പറയുക, പഠിപ്പിച്ചതൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് മൈത്രേയി പറയുന്നത്. അങ്ങനെയല്ല. മൈത്രേയി പറയുന്നതിൻ്റെ ഭാവം നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം. അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ എങ്ങനെയാണോ ഉപ്പ് ലായനി എല്ലായിടത്തും ഉപ്പ് രുചിക്കുന്നത് പോലെ എല്ലായിടത്തും ഈശ്വരനെ രുചിക്കാനൊന്നും ഞാനായിട്ടില്ല. എനിക്ക് മോഹമാണ്. മോഹം എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ അർത്ഥം? ഞാൻ അധികാരിയായിട്ടില്ല. എനിക്ക് ശരീരബോധമുണ്ട്, മറ്റ് അഭിമാനങ്ങളുണ്ട്, എനിക്ക് വൈരാഗ്യത്തിൻ്റെ കുറവുണ്ട്, വിവേകാദികളുടെയൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ മോഹത്തിൽ പെട്ടിരിക്കുകയാണ്. അത് എൻ്റെ തന്നെ എന്താ പറയുക, ഡെഫിഷ്യൻസിന്നോ എൻ്റെ തന്നെ കുറവെന്ന് ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന് ഇതാണ് ഒരു ശിഷ്യന് വേണ്ടത്. നമ്മൾ എത്ര പഠിച്ചിട്ടും നമ്മൾക്ക് വേണ്ട ഭാവം മൈത്രേയി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും മൈത്രേയിയോട് താരതമ്യം ചെയ്യണം. നമ്മൾ മൈത്രേയി അംഗീകരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ? അല്ലേ? നമ്മൾ അതിനെയൊക്കെ പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അല്ലേ? നമ്മൾ പുറമേ പറയില്ല ആരോടും, എനിക്ക് എനിക്ക് കാമമുണ്ട്, ക്രോധമുണ്ട്, നമ്മൾ ആരോടെങ്കിലും പറയുമോ? പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം എനിക്ക് ഇന്ന ആളോട് ദേഷ്യമുണ്ട്. അല്ലേ? പക്ഷെ മൈത്രേയി അത് തുറന്നു പറഞ്ഞു. അതാണ് ഒരു ഉത്തമയായ ശിഷ്യന് വേണ്ടത്. ഗുരുവിൻ്റെ അടുത്ത് എന്താ പറയുക, ഒന്നും മറച്ചു വെക്കാണ്ട് സംസാരിക്കുകയാണ് മൈത്രേയി. അതിനുള്ള ആർജവമുണ്ട് മൈത്രേയിക്ക്. നമുക്കതില്ല. ഗുരുനാഥൻ ചോദിക്കും, എങ്ങനെ പോകുന്നു സാധന? അല്ലേ? കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ. നമ്മൾ ആരെങ്കിലും പറയുമോ എനിക്ക് സാധന ചെയ്യുമ്പോഴും ഇന്ന പ്രശ്നങ്ങൾ വരുന്നു, അല്ലെ എനിക്ക് രാവിലെ ഞാൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല? അല്ലേ? നമ്മൾ ഒരു തവണ പറയും, 2 തവണ പറയും, പിന്നെ നമ്മൾ മാറാൻ ശ്രമിച്ചില്ലേ നമ്മൾ പോയി പറയില്ല. കാരണം ഗുരു എന്ത് വിചാരിക്കുക എന്നെക്കുറിച്ച്? അല്ലെ എന്നെ ഗുരുകുലത്തിൽ നിന്ന് അടിച്ചൊഴിച്ചാലോ? ഇത്യാദി ഇൻസെക്യൂരിറ്റീസാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും ഗുരുവിൻ്റെ അടുത്തായിക്കോട്ടെ മറ്റാരുടെ അടുത്തായിക്കോട്ടെ നമ്മൾ പൂർണ്ണമായും നമ്മുടെ ന്യൂനതകൾ തുറന്ന് സംസാരിക്കില്ല. പക്ഷെ മൈത്രേയിക്ക് അത് സാധിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണ ശിഷ്യഭാവേന ഉപത്വായാനി. അതുകൊണ്ടാണ് മൈത്രേയിക്ക് ഗുരുവിൻ്റെ അടുത്ത് മോഹമാണെന്ന് പറയാൻ സാധിച്ചത്. നമ്മുടെ ഗുരുനാഥൻ എപ്പോഴും സ്വാമിജി പറയാറുണ്ട്, എന്ത് തൊണ്ടയിലും തുറന്ന് പറയണം. അല്ലേ? ഇപ്പോൾ ഒരു ഭക്ഷണം കണ്ടു, നമ്മളിങ്ങനെ ജിലേബി കാണുന്നു, എപ്പോഴെങ്കിലും ജിലേബി ലഡു ഒക്കെ കിട്ടുക, അത് കാണുമ്പോൾ അതിനോട് ഇഷ്ടം തോന്നിയാൽ പോലും പറയണമെന്ന് പറയും. ഒരു വ്യക്തിയെ കണ്ടു, പ്രത്യേകിച്ച് നമ്മുടെ ഗുരുഭായിമാരോട് പുരുഷന്മാരോട് പറയും. നമ്മളൊക്കെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്. സ്വാമിജി പറയും, ഇന്ന ആളെ ഒരു വ്യക്തിയെ കണ്ടു. ഇപ്പോൾ നമ്മൾ യാത്രയ്ക്കൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുമല്ലോ, വളരെ അവരുടെ വസ്ത്രധാരണമൊക്കെ അറിയാം. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ആകർഷണം തോന്നും. മനുഷ്യ സഹജമാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ആ സ്ത്രീയെ കാണുമ്പോൾ അങ്ങനെ തോന്നിയോ? അപ്പം ഗുരുനാഥൻ പറയും, എൻ്റെ അടുത്ത് വന്ന് പറയണം. പറയാണ്ടിരുന്ന എങ്ങനെയാണ് മാറുക? അങ്ങനെ ആയിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഗുരുകുലവാസത്തിൻ്റെ മഹിമയാണത്. എന്തും തുറന്ന് പറയാൻ സാധിക്കണം. മൈത്രേയിക്ക് അത് സാധിച്ചു. അതാണ് മോഹം എന്ന വാക്കിൽ പറഞ്ഞത്. അത് കണ്ടിട്ട് മൈത്രേയിയുടെ ആ തീവ്രമായ ഇച്ഛയാണ് മോഹം എന്ന വാക്കിലൂടെ പറഞ്ഞത്. എനിക്ക് മോക്ഷം വേണം, പക്ഷേ എനിക്ക് തടസ്സമുണ്ട്, ആ തടസ്സം അങ്ങ് മാറ്റിത്തരണം ഗുരു എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ആ പൂർണ്ണമായ മൈത്രേയിയുടെ തീവ്ര ഇച്ഛ കണ്ടിട്ട് യാജ്ഞവൽക്യ മഹർഷി ഉപദേശിക്കുകയാണ് അവസാനത്തെ മന്ത്രം. യത്ര ഹി ദ്വൈതമിവ ഭവതി തദ് ഇതര ഇതരം ജിഗ്രഹി തദ് ഇതര ഇതരം പശ്യതി തദ് ഇതര ഇതരം ശൃണോതി തദ് ഇതര ഇതരം അഭിവദതി തദ് ഇതര ഇതരം മനുതേ തദ് ഇതര ഇതരം വിജാനാതി യത്ര വാ അസ്യ സർവമാത്മാ ഏവ അഭൂത് തത് കേനകം ജിഘ്രേത് തത് കേനകം പശ്യേത് തത് കേനകം ശൃണുയാത് തത് കേനകം അഭിവദേത് തത് കേനകം മൻവീത തത് കേനകം വിജാനീയാത്
ഏന ഇദം സർവം വിജാനാതി തം കേന വിജാനീയാത് വിജ്ഞാതാരം അരേ കേന വിജാനീയാദിതി. യാജ്ഞവൽക്യ മഹർഷി അവസാനമായി ഉപദേശിക്കുകയായിരുന്നു. അല്ലയോ മൈത്രേയി, നീ കാണുന്നത്, കേൾക്കുന്നത്, മണക്കുന്നത്, രുചിക്കുന്നത് എല്ലാം ആ പരമാത്മ ചൈതന്യം നിന്റെ ഇന്ദ്രിയങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നീ നിന്റെ സ്വന്തമാണ് ഇന്ദ്രിയം എന്നുള്ള അഭിമാനം ഉപേക്ഷിച്ചാൽ നിന്റെ മോഹം മാറും എന്ന് ഉപദേശിക്കുകയാണ് ഇവിടെ പറയുന്നത്. പശ്യതി, ശൃണോതി, അഭിവദതി, വിജാനാതി ഇത്യാദി ഇത്യാദി വാക്ക് നമ്മൾക്ക് ചിന്തിക്കാൻ പോലുമുള്ള കഴിവില്ല അല്ലേ. ഒരു തലച്ചോറിൽ ഒരു ഞരമ്പൊന്ന് മാറിയാൽ മതി, നമ്മുടെ ഓർമ്മയെല്ലാം പോകും. ഞാൻ പറയൂ, ഇപ്പോൾ എനിക്ക് 1ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയാണ്. എവിടെ? ഒരു ഞരമ്പ് മാറിയാൽ മതി. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്ന് പൂർണ്ണമായും നിന്റെ ശരീരത്തിനെയും മനസ്സിനെയും പരമാത്മാവിൽ സമർപ്പിച്ചാൽ നിന്റെ മോഹം മാറും മൈത്രേയി. എങ്കിൽ നിനക്ക് അമൃതത്വം എന്നത് സുനിശ്ചിതമാണ് എന്ന് ഉപദേശിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി അവസാനമായി ചെയ്യുന്നത്. അത ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം സമാപ്തം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഒരുപാട് സന്തോഷം. എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു. 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 4 ബ്രാഹ്മണങ്ങളിലായി നമുക്ക് പറയാനുള്ളത്. ഒന്നാമത് നേതി നേതി, 2 ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. നമ്മൾ ഇത്രയും പഠിച്ചതിൽ 1ാമത്തെ പ്രകരണം, 2ാമത്തെ പ്രകരണം, ഉപാസനാ പ്രകരണം, ബ്രഹ്മവിദ്യാ പ്രകരണം, 2 കാര്യമേ ഉള്ളൂ. 1 നേതി നേതി, 2 ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ദയവായി എല്ലാവരും മനനം ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും വാക്കോ അക്ഷരമോ പദവോ എന്തെങ്കിലും തെറ്റിപ്പോയെങ്കിൽ യാജ്ഞവൽക്യ മഹർഷിയോട് ക്ഷമ ചോദിക്കുന്നു. അറിഞ്ഞുകൊണ്ട് തെറ്റ് പറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യരല്ലേ, എന്തെങ്കിലും തെറ്റിയെങ്കിൽ ദയവായി ക്ഷമിക്കുക. എൻ്റെ വാക്പുഷ്പാഞ്ജലി യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമുക്ക് നാളെ കാണാം. നാളെ പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം ആരംഭിക്കുകയാണ്. അപ്പം ദയവായി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം, പങ്കെടുക്കണം. അത് അഥർവണ മഹർഷിയാണ് ഗുരുനാഥൻ, നിസാരക്കാരനല്ല. അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർ അറിയാലോ, ദേവലോകത്തെ വൈദ്യന്മാർ, അശ്വിനി കുമാരന്മാർ, അവരാണ് ശിഷ്യർ. അവർക്ക് അഥർവണ മഹർഷി ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതാണ് മധുകാണ്ഡം. അത് നമുക്ക് നാളെ തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം യാജ്ഞവൽക്യ മഹർഷിയോട്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഒരുപാട് സമയമെടുത്തു, ക്ഷമിക്കുക. ഹരിയോ.